അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പരിശുദ്ധമായ റബീഅ് നമ്മിലേക്ക് കടന്നു വരുമ്പോഴേ വല്ലാത്തൊരു ആനന്ദമാണ് അല്ലേ. ഈമാനുള്ളവരുടെ കൽബിൽ വല്ലാത്തൊരു സന്തോഷമാണ്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളെ നേരിട്ട് കാണുന്ന നിമിഷം റബീഉൽ അവ്വൽ ആദ്യത്തെ വസന്തമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല റബീഉൽ അവ്വൽ അനുകൂലമാകുന്ന മുത്തഖീങ്ങളിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. إن الله وملائكته يصلون على النبي يا أيها الذين آمنوا صلوا عليه وسلموا تسليما. അള്ളാഹുവും അവൻ്റെ മലക്കുകളും റസൂലുള്ളാഹിൻ്റെ മേൽ ഇങ്ങനെ സ്വലാത്ത് ചൊല്ലാണ്. ഈമാനുള്ളവരെ നിങ്ങളും ചൊല്ലണം കേട്ടോ. ഈമാനുള്ളവർക്ക് മാത്രമാണപ്പോൾ റബീഉൽ അവ്വൽ മാസത്തെ പരിഗണിക്കാൻ കഴിയുക, അല്ലാത്തവർക്ക് മൈൻഡ് ചെയ്യാൻ പറ്റൂലെന്നേ അല്ലേ. ആദി ഔവൽ മൈദരായി പാടച്ചു വെച്ച മുഹമ്മദാർ ബദറിലും ബദൻ ലംഘിടുന്നോരെ കാണുവാൻ വിധിയേകല്ലാ. അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ്. മക്ക മണ്ണിലെ താരമേ പതി റൗള വാഴുന്ന സൂനമേ ഇശ്ഖറിയാതെ പാപി പാടുന്നു സ്നേഹഗീതവും കേൾക്കണേ. അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ്. മഹ്ശറ മണ്ണിൽ അണയും നേരത്ത് കൈവേടിയല്ലേ യാ നബി. മൗത്തിൻ നേരത്തും ഉമ്മത്തി എന്നു രത്തോരാണെൻ്റെ വാരിദി. അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ്. ഹൗലിൻ പാനവും നൽകണേ ഞങ്ങളെ സ്വർഗത്തിൽ കൂടെ ചേർക്കണേ. അതിമോഹമാണെന്നറിയാം തങ്ങളെ കൈവടിയല്ലേ ഞങ്ങളെ. അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ്. അൽഹംദുലില്ലാഹ്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഖൽബ് കൊണ്ട് വരവേൽക്കാൻ കഴിയണം അല്ലേ. അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമ്മൾ ഏറ്റവും പ്രധാനമായ മങ്കൂസ് മൗലൂദിൻ്റെ 1-2 ഹിക്കായത്ത് മാത്രം ഡെയിലി ഇങ്ങനെ നമുക്ക് ഓതിപ്പോണം. എല്ലാവരും മജ്ലിസിൽ പങ്കെടുക്കണം കേട്ടോ, ഒരാളും മാറിക്കാൻ പാടില്ല. രാത്രിയിലെ മജ്ലിസിലും രാവിലത്തെ സ്വബാഹുൽ ഖൈറിലൊക്കെ പങ്കെടുക്കുക. നമ്മുടെ ഈമാനിൻ്റെ വർധനവിന് അത് വളരെ വളരെ ഉപകാരപ്രദമാണ്. നമ്മുടെ വീട്ടിൽ ഈ മൗലിദിൻ്റെ സദസ്സ് അങ്ങനെ മുഴങ്ങട്ടെ. അള്ളാഹു എല്ലാവിധ അപകടങ്ങളിൽ നിന്ന്, പ്രയാസങ്ങളിൽ നിന്ന്, മാരകരോഗങ്ങളിൽ നിന്ന്, വിപത്തുകളിൽ നിന്ന് നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. സ്ക്രീനിൽ നോക്കിയിട്ട് ചൊല്ലട്ടോ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. سبحان الذي أطلع في شهر ربيع الأول قمر نبي الهدى وأوجد نوره قبل خلق العالم وسماه محمدا. اللهم صل عليه. وأخرجه في آخر الزمان كما قدر وأبدى وألبسه خلعة الجمال التي لم يلبسها أحدا فولد بوجه أخجل قمرا وفرقدا. ألا هو الذي
توسل به آدم عليه السلام وافتخر بكونه والدا واستغاث به نوح عليه السلام فنجا من الردى وكان في صلب إبراهيم عليه السلام حين ألقي في النار فعاد وصار لهبها مخمدا ورأت أمه آمنة رضي الله عنها حين حملت به ملائكة السماء مددا ودخل عليها الأنبياء وهم يقولون لها إذا وضعت شمس الفلاح والهدى فسميه محمدا اللهم صل عليه. قال الله عز وجل لقد جاءكم رسول من أنفسكم عزيز عليه ما عنتم حريص عليكم بالمؤمنين رؤوف رحيم. وروي عن النبي صلى الله عليه وسلم أنه قال كنت نورا بين يدي الله عز وجل قبل أن يخلق آدم عليه السلام ب2000 عام يسبح الله ذلك النور وتسبح الملائكة بتسبيحه فلما خلق الله تعالى آدم عليه السلام ألقى ذلك النور في طينته فأهبتني الله في صلب آدم عليه السلام إلى الأرض وجعلني في السفينة في صلب نوح عليه السلام وجعلني في صلب الخليل إبراهيم عليه السلام حين قذف به في النار ولم يزل ينقلني ربي من الأصلاب الكريمة الفاخرة إلى الأرحام الزكية الطاهرة حتى أخرجني الله من بين أبوي ولم يلتقيا على سفاح قط. صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله على محمد يا ربي صلي وسلم أنت تطلع بيننا في الكواكب كالبدور بل وأشرف منه يا سيدي خير النبي لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله أنت أم أم أبون ما رأينا فيهما مثل حسنك قط يا سيدي خير النبي لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله أنت منجينا غدا من شفاعتك الصفا من لنا مثلك يا سيدي خير النبي لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله ارتكبت على الخطا غير حصر وعداد لك أشكو فيه يا سيدي خير النبي لا إله إلا الله لا إله إلا الله إلا الله محمد إننا نرجو إلى كأس حوضك للعطاش يوم نشر كتابي يا سيدي خير النبي الصلاة على النبي والسلام على الرسول الشفيع الأبطاح والحبيب العربي الشفاعة هب لنا في القيامة مشفقا
طه لنا إن ضاع يا سيدي خير النبي الصلاة والسلام على الرسول الشفيع الأبطاح والحبيب العربي الصلاة على النبي كل وقت دائما لاح نجم في السماء سيدي خير النبي الصلاة على النبي والسلام على الرسول الشفيع الأبطاح والحبيب العربي. ഹിക്കായത്ത് ഓതാൻ കഴിയുന്നവരൊക്കെ നോക്കി ഓതാ, അല്ലാത്തവർ ശ്രദ്ധിച്ചിരിക്കാട്ടോ. بسم الله الرحمن الرحيم. روى كعب الأحبار رضي الله عنه لما أراد الله تعالى إظهار النور المخزون وإبراز الجوهر المكنون من عبد الله إلى بطن آمنة رضي الله عنهما أطهر فتاة في العرب، وذلك في ليلة الجمعة من شهر رجب، أمر رضوان عليه السلام ففتح أبواب الجنان وتزينت الحور والبلدان ودقت بشائر الأفراح وزهرت كواكب الصباح ونادى مناد في السماء والأرض ألا إن النور المكنون منه سيد البشر في بطن آمنة رضي الله عنها قد استقر. ولما انتقل نور نبينا محمد صلى الله عليه وسلم من عبد الله إلى بطن آمنة رضي الله عنهما اهتز العرش طربا واستبشارا وزاد الكرسي هيبة ووقارا وامتلأت السماوات أنوارا وضجت الملائكة تهليلا واستغفارا فأصبحت آمنة تلك الليلة والأنوار تلوح في جبهتها المؤتمنة وأمنت به من المخاوف الكامنة وظهرت لاندقال نوره الآيات وتباشرت به جميع المخلوقات. ولما حملت به صلى الله عليه وسلم في رجب الهنا بشرت في شعبان بنيل المنى وقيل لها في رمضان لقد حملت بالمطهر من الدنس والخنا وسمعت الملائكة في شوال يبشرونها بالظفر بغاية المنى ورأت الخليل إبراهيم عليه السلام في ذي القعدة وهو يقول لها أبشري بصاحب الأنوار والوقار والسنا وأتاها في ذي الحجة موسى الكليم عليه السلام وعلمها برتبة محمد صلى الله عليه وسلم وجاهه الأسنى وناداها في محرم جبريل عليه السلام بأن وقت ولادتها قد دنا واصطفت الملائكة منزلها في صفر فعلمت أن موعد السرور قد قرب ودنا. فلما هل ربيع الأول أضاءت الأرض والسماء وأشرقت البيت والصفا ثم لما جاء وقت الولادة وخرج منشور السعادة وجد بآمنا أمر الولادة وحان بروز شمس السعادة تلألأ الحق نورا أضاء ونشرت له في الكون أعلام الرضا وإذا بطائر أبيض قد سقط من الهوى فمر بجناحيه على بطن آمنة مسرعا فضربها المخاض ليلة الاثنين 12 من شهر ربيع الأول وولدت صبيحتها نبي الثقلين صلى الله عليه وسلم وعلى آله وصحبه أجمعين. صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم صلى الله على محمد يا ربي صلي وسلم. ولد الحبيب السيد المتعبد
والنور من وجلاته يتوقد يا رب صل على النبي محمد منجي الخلائق من جهنم في غدي جبريل نادى في منصة حسنه هذا مليح الكون هذا أحمد يا رب صل على النبي محمد منجي الخلائق من جهنم في غدي هذا كحيل الطرف هذا المصطفى هذا جزيل الوصف هذا سيد يا رب صل على النبي محمد منجي الخلائق من جهنم في غدي هذا جميل النعت هذا المرتضى هذا مليح الوجه هذا اللوحد يا رب صل على النبي محمد منجي الخلائق من جهنم في غدي هذا الذي خلعت عليه ملابس ونفائس فنظيره لا يوجد يا رب صل على النبي محمد منجي الخلائق من جهنم في غدي قالت ملائكة السماء بأسره ولد الحبيب ومثله لا يولد يا رب صل على النبي محمد منجي الخلائق من جهنم في غدي بشرى لأمته برؤية وجهه هذا هو الجاه العظيم الأزيد يا رب صل على النبي محمد منجي الخلائق من جهنم في غدي ولدته مختونا ومكحولا كما قد جاء في الخبر الصحيح المسند يا رب صل على النبي محمد منجي الخلائق من جهنم في غدي صلى عليك الله يا علم الهدى ما ناح طير في الغصون يغرد يا رب صل على النبي محمد منجي الخلائق من جهنم في غدي കരുണക്കടലായ റബ്ബേ നിന്റെ റസൂലുള്ളാഹിന്റെ തിരുനോട്ടം നൽകണേ അല്ലാഹ്. ഒരുപാട് ആളുകൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. എല്ലാവരുടെയും മുറാദുകൾ അല്ലാഹു ഹാസിലാക്കുമാറാകട്ടെ. എല്ലാവരുടെയും പ്രയാസങ്ങൾ അല്ലാഹു റബ്ബുൽ ആലമീൻ നീക്കി കൊടുക്കുമാറാകട്ടെ. അൽ ഫാത്തിഹ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ ആമീൻ. بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في
العقد ومن شر حاسد إذا حسد بسم الله الرحمن الرحيم قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. ഒരുപാട് ദുആ വസിയത്തുകളുണ്ട് അല്ലേ? വല്ലാത്തൊരു സന്തോഷം. മുത്തുനബിയുടെ മൗലിദ് എപ്പോൾ ചൊല്ലിയാലും നമുക്ക് സന്തോഷമാണ് അല്ലേ? റബീഉൽ അവ്വൽ അനുകൂലമായി ലഭിക്കുന്ന മുത്തഖീങ്ങളിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. അവിടുത്തെ മുത്തുനബി നമ്മുടെ സ്വലാത്ത് കണ്ട് സന്തോഷിക്കുന്ന മജ്ലിസായി ഈ മജ്ലിസിനെ അള്ളാഹു മാറ്റി തീർക്കട്ടെ. പിന്നെ നമ്മുടെ റിലീഫ് പദ്ധതി ഒരിക്കലും മറക്കരുത് കേട്ടോ. പ്രത്യേകിച്ച് ഈ മനോഹരമായ വെള്ളിയാഴ്ച രാവിലെ മുത്തുനബിയുടെ മൗലിദും ചൊല്ലി നമ്മൾ ഇരിക്കുമ്പോൾ വല്ലാത്തൊരു സന്തോഷം. മുത്തുനബിയുടെ പേരിൽ നിങ്ങളെ കൊണ്ട് കഴിയുന്നത് പോലെ നല്ലൊരു ഹദിയ, ഒരു പ്രയാസം അനുഭവിക്കുന്ന ഒരു ഉസ്താദിനും മറ്റു പല ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന പല ആളുകളിലേക്കും നമ്മുടെ ഹദിയകൾ ചെന്നെത്തുന്നുണ്ട്. അതൊന്ന് ഏറ്റെടുത്ത് അൽഹംദുലില്ലാ പ്രയാസങ്ങളൊക്കെ അദ്ദേഹത്തിന് അല്ലാഹു നീക്കി കൊടുക്കട്ടെ. നമ്മൾ സഹായിക്കുന്നതിൻ്റെ ബർക്കത്തുകൊണ്ട് നമ്മുടെ ബുദ്ധിമുട്ടുകൾ അല്ലാഹു നീക്കി തരുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. അർഹമുർ റഹീമായ കരുണക്കടലായ കരുണാവാരിധിയായ അല്ലാഹ്, ഈ സദസ്സ് നീ സ്വീകരിക്കണേ തമ്പുരാനെ. നീ ഖായിബാക്കല്ലേ അല്ലാഹ്, നീ തടഞ്ഞാൽ ഞങ്ങൾക്ക് പോകാനൊരിടമില്ല അല്ലാ. മനസ്സിൽ ഒരുപാട് തോന്നിയവാസങ്ങളുടെ കൂമ്പാരമാണ് റബ്ബേ. അതെല്ലാം കഴുകിക്കളഞ്ഞ് നിന്റെ റസൂലുള്ളാഹിനോടുള്ള മഹബ്ബത്ത് നൽകണേ അല്ലാ. മുത്ത് നബിയെ കാണാതെ മരിപ്പിക്കല്ലേ അല്ലാ. മരിക്കുന്ന നേരത്തും ആ വദനം കണ്ട് വിട പറയാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാ. ഹബീബായ തങ്ങൾ കണ്ട് സന്തോഷിക്കുന്ന മജ്ലിസാക്കണേ അല്ലാ. റബീഉൽ അവ്വൽ ഞങ്ങൾക്ക് അനുകൂലമാക്കി തരണേ അല്ലാ. യാ റബ്ബനാ, ഒരുപാട് തെറ്റുകൾ ചെയ്തു പോയി, നീ പുറത്തു തരണേ അല്ലാ. നിന്റെ മുത്തിന്റെ മദ്ഹിന്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളിൽ ഒരുപാട് അസുഖബാധിതരുണ്ട്, നീ പരിപൂർണ ശിഫാ നൽകണേ അല്ലാ. മാരക രോഗങ്ങൾക്ക് അടിമയായവരുണ്ട്, കാവലേകണേ അല്ലാ. പഠിച്ചവനെ നിന്ന് നിസ്കരിക്കാനുള്ള ആഫിയത്ത് നൽകണയല്ല. പൊന്നു മക്കൾ പോലും വെറുപ്പോടെ അറപ്പോടെ നോക്കുന്ന രോഗങ്ങളെ തരല്ലയല്ല. പഠിച്ചവനെ ഞങ്ങളുടെ കുടുംബത്തിൽ ബറക്കത്ത് ചെയ്യണേ തമ്പുരാനെ. ഐക്യം നൽകണയല്ല. കുഞ്ഞുങ്ങളെ നന്നാക്കണയല്ല, ഇണകളെ നന്നാക്കണയല്ല. കള്ളുകുടിയന്മാരുണ്ട്, നേർവഴിയിലാക്കണയല്ല. ഈ റിലീഫ് പദ്ധതിയിലേക്ക് പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരെ സഹായിക്കുന്നതിലേക്ക് ഹദിയ ചെയ്തവരുണ്ട്, അവരുടെ കണ്ണുനീർ നീ തുടയ്ക്കണേ അല്ലാ. ഗർഭിണികളുണ്ട്, സുഖപ്രസവം നൽകണേ അല്ലാ. ഒരുപാട് പരീക്ഷണങ്ങളിലൂടെ കടന്നു പോകുന്നവരുണ്ട്, മോചനം നൽകണേ അല്ലാ. ദാരിദ്ര്യത്തിൽ നിന്ന് കാവലേകണേ അല്ലാ. നിന്നെ മറന്നു പോകാത്ത സമ്പത്തും ഐശ്വര്യവും നീ ഞങ്ങൾക്ക് നൽകണേ അല്ലാ. കരുണക്കടലായ തമ്പുരാനെ, മറ്റൊരുത്തന്റെ മുമ്പിൽ പോയി ഇരക്കേണ്ട ഗതികേടിലേക്ക് ഞങ്ങളെ നീ എത്തിക്കല്ലേ അല്ലാ. ഐശ്വര്യം നൽകണേ അല്ലാ. നിന്ന് നിസ്കരിക്കാൻ തൗഫീഖ് നൽകണേ അല്ലാ. ഖളാ ഇല്ലാതെ നിസ്കരിക്കാനുള്ള മഹാഭാഗ്യം നിന്റെ ഔദാര്യമായി തരണേ അല്ലാ. യാ റബ്ബനാ, നിന്നോടുള്ള മഹബ്ബത്ത്, നിന്റെ ഹബീബിനോടുള്ള പ്രണയം കൊണ്ട് ഞങ്ങളുടെ ഖൽബിനെ നീ പരിശുദ്ധമാക്കണേ അല്ലാ. യാ റബ്ബനാ, ഒരുപാട് വേദനകൾ ഖൽബിലുണ്ട്, ഒരുപാട് പ്രയാസങ്ങളുണ്ട്. പ്രയാസങ്ങളൊക്കെ നീക്കിത്തരണയല്ല. എല്ലാ പ്രയാസങ്ങളും മുത്തായ തങ്ങളുടെ ബറക്കത്ത് കൊണ്ട് നീക്കിത്തരണയല്ല. കരുണക്കടലായ തമ്പുരാനെ, യാ റബ്ബനാ, കടബാധ്യതകൾ ഏറ്റെടുക്കണയല്ല. കടക്കാരനായി ഞങ്ങളെ നീ മരിപ്പിക്കല്ലയല്ല. പഠിച്ചവനെ, മരിച്ചു മയ്യത്തായി കിടക്കുന്ന ആളുകൾ, യാ റബ്ബനാ, മറ്റുള്ളവർ വന്ന്, കടം തന്നവർ വന്ന്, മരിച്ചു കിടക്കുന്ന മയ്യത്തിന് വില പറയുന്ന ഗതികേട് നൽകല്ലേ അല്ലാ. യാ റബ്ബനാ, ഞങ്ങൾക്ക് നീ ഐശ്വര്യം നൽകണേ തമ്പുരാനെ. ഞങ്ങളുടെ വേദനകളെല്ലാം നീ അകറ്റണേ അല്ലാ. പരിശുദ്ധ ഭൂമിയിൽ വന്ന് മഖബൂലും മബ്റൂറുമായ ഹജ്ജ് ഉംറ സിയാറ ചെയ്യാതെ ഞങ്ങളെ റൂഹ് നീ പിടിക്കല്ലേ അല്ലാ. പടച്ചവൻ, ഒരുപാട് മക്കൾ പലവിധ പരീക്ഷകൾ എഴുതുന്നുണ്ട്, ഉന്നത വിജയം നൽകണേ അല്ലാ. ഞങ്ങളുടെ പൊന്നുമക്കളെ നന്നാക്കണേ അല്ലാ. ഉമ്മാടെ നെഞ്ചിന് ചവിട്ടുന്ന മക്കളാക്കല്ലേ അല്ലാ. സ്വാലിഹീങ്ങളിൽ പെടുത്തണേ തമ്പുരാനെ. മക്കളില്ലാതെ വേദനിക്കുന്നവരുണ്ട്, സ്വാലിഹീങ്ങളായ സന്താനങ്ങളെ നീ നൽകണേ അല്ലാ. വീടില്ലാത്തവരുണ്ട്, ഖൈറായ ഭവനം നൽകണേ അല്ലാ. നിർമ്മാണത്തിലിരിക്കുന്നത് എളുപ്പത്തിൽ പൂർത്തീകരിക്കാൻ തൗഫീഖ് നൽകണേ അല്ലാ. ഒരുപാട് മുറാദുകളും വെച്ച് ഈ സദസ്സിലിരിക്കുന്നവരുണ്ട്, അവരുടെ ഖൽബിലെ മുറാദുകൾ നിനക്കറിയാമല്ലോ റബ്ബേ. എന്ത് മുറാദാണെങ്കിലും ഹാസിലാക്കണേ അല്ലാ.
നീ ഹാസുലാക്കണേ അല്ലാ. പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർക്ക് ഈ മജ്ലിസ് ഒരു അത്താണിയാക്കണേ അല്ലാ. യാ റബ്ബനാ, ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ട മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, ഇണകൾ, സന്താനങ്ങൾ അവരെല്ലാവരും ഈ സദസ്സിന്റെ മിസ്ല സവാബ് കൊണ്ട് സന്തോഷിക്കുന്ന അവസ്ഥ നൽകണേ അല്ലാ. അവരുടെ ഖബറിൽ വെളിച്ചം നൽകണേ അല്ലാ. ഞങ്ങളാരെയും നീ പെട്ടെന്ന് മരിപ്പിക്കല്ലേ അല്ലാ. അപകട മരണം തരല്ലേ അല്ലാ. ഹാർട്ട് അറ്റാക്ക് തരല്ലേ അല്ലാ. പെട്ടെന്ന് വിളിക്കല്ലേ അല്ലാ. ഈമാനോടുകൂടെ നിന്റെ ഹബീബിന്റെ പൂവദനം കണ്ടു മരിക്കാൻ തൗഫീഖ് നൽകണേ അല്ലാ. ഈ ദുനിയാവിലെ ചൂട് പോലും ഞങ്ങൾക്ക് താങ്ങാൻ കഴിയുന്നില്ല റബ്ബേ. നാളെ മഹ്ശറിൽ വിയർപ്പിൽ മുങ്ങിക്കുളിച്ച് നിൽക്കുമ്പോൾ ഞങ്ങളെ പെറ്റുമ്മ പോലും ഞങ്ങളെ തിരിഞ്ഞു നോക്കാത്ത സമയത്ത് ലോകത്തിന്റെ നേതാവ് താജ്ദാരെ മദീന സർവരെ ആലം സർക്കാരെ ദോ ആലം നൂറേ മുജസ്സം മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം അവിടുത്തെ നൂറിൽ ലയിച്ചിരിക്കാൻ നിന്റെ ഔദാര്യം കൊണ്ട് മഹാഭാഗ്യം നൽകണേ അല്ലാ. ഈ മജ്ലിസിനെ ചേർത്ത് പിടിക്കുന്നവർ, സഹായിക്കുന്നവർ, ഇതിനു വേണ്ടി ഓടി നടക്കുന്നവർ, മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുന്നവർ, ഹദിയകൾ ചെയ്യുന്നവർ എല്ലാവരെയും നീ ചേർത്ത് പിടിക്കണേ അല്ലാ. റബീഉൽ അവ്വൽ ഞങ്ങൾക്ക് നീ അനുകൂലമാക്കണേ അല്ലാ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ ബിഹഖി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. اللهم صل على محمد يا رب صل عليه وسلم. والسلام عليكم ورحمة الله وبركاته.